സംശയരോഗത്തെക്കുറിച്ചൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സംശയം എന്നത് പറഞ്ഞാൽ സംശയം ആ പേരിൽ തന്നെയാണ്, അതൊരു തോന്നൽ മാത്രമാണ് അല്ലേ. അങ്ങനൊരു തോന്നലുണ്ടാകുമ്പോൾ അത് നമുക്ക് ആദ്യം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ആ ഒരു സംശയം എന്താണോ അതിനെ ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല പല സംശയങ്ങളുണ്ടാവാറുണ്ട്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പം ചിലർക്ക് ഉള്ളിൽ ഭയമുള്ള ആളുകൾ കാണും. പുറത്തേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിഴൽ കണ്ടിട്ട് അത് പ്രേതമാണ്, ഭൂതമാണ് എന്നിങ്ങനെ. നമുക്ക് അങ്ങനെ ഒരു പേടിയുള്ളവർ എന്ത് ചെയ്യണം? എന്ത് വസ്തുവിനെ കാണുമ്പോഴാണോ നമുക്ക് അങ്ങനെ ഒരു പേടി തോന്നുന്നത്, നമ്മൾ നേരെ ഒരു ടോർച്ച് അടിച്ച വസ്തുവിലേക്ക് നോക്കുക. അപ്പം കാണും അവിടെ എന്താണുള്ളതെന്ന്. അപ്പം നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആവും. അത് ഇന്നതായിരുന്നു, ഇത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചത് എന്ന ഒരു ധാരണ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില പേടികളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. ഇത് നമുക്ക് മറ്റുള്ള വസ്തുക്കളെ കണ്ടിട്ടുള്ള ഒരു ഉള്ളിലുള്ള ഭയം മൂലമുണ്ടാകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കും. കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടി കാണും, അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് പോകാൻ എപ്പോഴും പേടിയാണ്. എല്ലാത്തിനും പേടി എന്നുള്ള കാര്യം കാണും. ഈ പേടി എന്നുള്ള സംഭവം വരുന്നത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മൂലമാണ്. ഞാൻ പറഞ്ഞില്ലേ, വാഴയായിരിക്കും നിൽക്കുന്ന, അല്ലെങ്കിൽ വാഴയുടെ ഇലയാകാം, അതിനെ കണ്ടിട്ട് ആരോ നിൽക്കുന്നത് പോലെ മനസ്സിലൊരു തോന്നലുണ്ടാകുകയാണ്. അത് ക്ലിയർ ചെയ്യാതെ, അത് വാഴയാണോ നിൽക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് തന്നെ ആണോ എന്ന ആ സംശയം ഉണ്ടാകുന്ന അത് ക്ലിയർ ചെയ്ത് പോവാതെ അത് ആ മനസ്സിൽ തന്നെ ഇടും. നമുക്കങ്ങനെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരാളെയും കൂടെ വിളിച്ച് നിർത്തി അത് ക്ലിയർ ചെയ്യണം. അത് അപ്പോഴേ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ളത് ക്ലിയർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതെല്ലാം മനസ്സിൽ തന്നെ ഇങ്ങനെ അടിങ്ങി കിടക്കും. അപ്പോൾ നമ്മളുടെ ഭയം കൂടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. തെറ്റിദ്ധാരണകളും ഒക്കെ സംഭവിച്ചിട്ട് മനസ്സിന് ആകെ വല്ലാണ്ടിരിക്കും. അത് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപാട് പരിമിതികളിൽ നിർത്തും. എല്ലാത്തിനും പേടിയാണ്, എന്ത് ചെയ്യാനും പേടി വരും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം ഭയത്തിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്കിടയിലുള്ള സംശയരോഗം അത് വലിയൊരു സംഭവം തന്നെയാണ്. ചിലർക്ക് പറയും, നമ്മൾ ഒരു കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നു. നമ്മുടെ റൂമിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമ്മൾ വിലപിടിപ്പുള്ളതോ ഒക്കെ കാണും. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണാതെ പോകുന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യും? ഇതെവിടെ പോയി എന്നുള്ള സംശയം വരും. ചിലരെന്ത് ചെയ്യും? ചിലരുടെ സ്വഭാവമാണ് തൊട്ടടുത്ത് ആരെങ്കിലും അവിടെ അങ്ങനെ നിൽക്കുന്നതൊക്കെ ഇന്നാളിൽ അവനവിടെ നിൽക്കുന്നുണ്ട്, ഇനി അവനെടുത്തതാണോ അല്ലെങ്കിൽ അവളെടുത്താണ്, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് സംശയം നേടും. ഒരു പക്ഷേ അത് വെറുതെ ഉള്ളൊരു സംശയം മാത്രമായിരിക്കാം. നമ്മൾ തന്നെ ആ വസ്തുക്കളെ നമ്മൾ എന്താണോ കാണാതെ പോയാൽ അതിനെ നമ്മൾ തന്നെ എടുത്ത് വേറെ എവിടെയെങ്കിലും ഭദ്രമാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പം പക്ഷേ എന്ത് ചെയ്യും? നമുക്ക് തോന്നും മറ്റാരും എടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പറയും, താക്കോൽ അലമാരയുടെ പൂട്ട് അടച്ചിട്ട് താക്കോലെടുത്ത് തന്നെ എവിടെയെങ്കിലും വയ്ക്കും. എന്നിട്ട് മറന്നു പോകും. എന്നിട്ട് എന്നോട് ചോദിക്കും, താക്കോലെന്ത്? ഞാൻ പറഞ്ഞു, ഞാനതിന് പൂട്ടിയില്ലല്ലോ. അല്ല, എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അപ്പം ഞാൻ ദേഷ്യത്തോടു കൂടി പറയും, ഞാൻ പൂട്ടുന്നത് കണ്ടോ? ഞാനത് പൂട്ടാറുണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഷാർപ്പായിട്ട് പറയുമ്പോൾ അറിയാം ഞാൻ ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? എവിടെയാണെന്ന് വെച്ചാൽ പരിശോധനയൊക്കെ നടത്തി ലാസ്റ്റ് എടുത്തുകൊണ്ട് വരും. അപ്പം ഞാൻ ചോദിക്കും, ഇപ്പം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കും. അപ്പോൾ മിണ്ടത്തില്ല, കാരണം അബദ്ധം പറ്റിയെന്നറിയാം. ഇതുപോലെ ഉള്ള മനുഷ്യർ ഒരുപാടുണ്ട്. അപ്പം അവരുടെ ഒരു വിചാരമാണ് അത് കണ്ടില്ലെങ്കിൽ ഇന്ന ആളായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത് എന്നുള്ള തോന്നൽ. അങ്ങനെയുള്ള തോന്നലുകളൊക്കെ മിക്കപ്പോഴും പ്രശ്നങ്ങളാണ്. ഇതിപ്പം ഞങ്ങൾക്കിടയിലുള്ളൊരു പ്രശ്നമാണ്, അതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ പുറമേ ഉള്ള ആളുകളോട് നമുക്കങ്ങനെ തോന്നുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. അത് അവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. ഇങ്ങനെ പറയുകയാണെങ്കിൽ സംശയം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലും ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ഭാര്യയെ സംശയത്തിൻ്റെ പേരിൽ കുത്തിക്കൊന്നു എന്നാണ് പറഞ്ഞത്. കുത്തിക്കൊന്നു. അപ്പം അവർ
ആരെയോ ബന്ധുക്കളെ കാണാൻ പോയിട്ട് രാത്രി 10:30-ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ നമുക്ക് സ്വാഭാവികമായിട്ടും അയാൾക്ക് സംശയം തോന്നാൻ ഈ 10:30 വരെ തൻ്റെ ഭാര്യ എവിടെയായിരുന്നു, ഓട്ടോയിലാണ് വന്നിറങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട് പത്രത്തിൽ വിശദമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിടത്ത് പോയാൽ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയാൽ ആ ഒരു കാൽക്കുലേഷൻ, നമ്മൾ ഇന്ന സമയത്ത് ഇറങ്ങി ഇന്ന സമയത്ത് വീട്ടിലെത്തും, ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നൊക്കെ അറിയാവുന്നവർ കുറച്ചൊക്കെ നേരത്തെ ഇറങ്ങി അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലേ? അവർക്ക് 2 മക്കളൊക്കെ ഉള്ളതാണ്. നഷ്ടം ആർക്കാണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ആ മക്കൾക്കാണ് കൂടുതലും സംഭവിച്ചത്. അവരുടെ അമ്മയാണ് നഷ്ടപ്പെട്ടത്. നാളെ ആ സമൂഹവും ആ കുട്ടികൾക്കും നൽകുന്ന ഒരു സ്ഥാനം അതാണ്. ഇപ്പം അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു, അമ്മ ഈ ലോകത്തുനിന്ന് പോയി, അച്ഛനെ ജയിലിലേക്കുമാക്കി, മക്കൾ അനാഥരായി, അല്ലേ? ആ മക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ അനാഥരായി മാറിയത്? അവർ ഈ വക കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? അവിടെ ഭാര്യയുടെ ഒരു തെറ്റെന്ന് പറയുന്നത് അവർ താമസിച്ചു എന്നുള്ളതാണ്. അത്രയും താമസിക്കാനും മാത്രമുള്ള കാര്യമില്ല. അവർ ആരോ ബന്ധുക്കളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് വരരുത്, മറ്റാരെങ്കിലും കൂട്ടുവിളിച്ച് വന്ന്, അതൊക്കെ ഓരോരുത്തരുടെയും തന്മയത്വമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. തൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് സംശയം കൂടുതൽ ബലപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അല്ല, തൻ്റെ ഭർത്താവിനൊപ്പം പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ച് പോവുക. ആ കുട്ടികളെങ്കിലും സേഫായിട്ടിരിക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചത്? അമ്മയും നഷ്ടപ്പെട്ടു, അച്ഛനും നഷ്ടപ്പെട്ട രീതിയിൽ. കുട്ടികളുടെ കാര്യമോ? ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുണ്ട് തെറ്റ്. ഭാര്യ നേരത്തെ വരണമായിരുന്നു. ഈ 10:30 സമയം വരെ അത്രയും താമസിച്ചു എന്നുള്ളത് തെറ്റ് തന്നെയാണ്. ഇന്നത്തെ കാലം വളരെ മോശമാണ്. അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളഥവാ എന്തെങ്കിലും താമസിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിളിച്ചു പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ നീക്കാം. അല്ലെങ്കിൽ താമസിക്കാതിരിക്കാനായിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഭർത്താവിന് ഇങ്ങനൊരു സംശയത്തിൻ്റെ അസുഖമുണ്ടെങ്കിൽ ഭാര്യ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇനി എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇപ്പം വരുന്ന വഴിക്ക് നേരത്തെയൊക്കെ ഇറങ്ങിയാലും ചിലപ്പം ബസ് കേടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ താമസിക്കും ഒരുപാട്. ഇയാളിങ്ങനെ ഒരു സംശയരോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യം, ഇങ്ങനെ ട്രാഫിക്കായി അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറഞ്ഞാൽ പോലും അയാൾ വിശ്വസിക്കണമെന്നില്ല. അങ്ങനെയും ഉണ്ട് ഓരോ മനുഷ്യർ. അയാളുടെ ദേഷ്യത്തിന് വന്നിറങ്ങിയുടനെ ഭാര്യ അങ്ങ് കുത്തിക്കൊന്നു. അയാളുടെ പ്രശ്നം എന്തായിരുന്നു? ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു. അയാളുടെ ദേഷ്യം അതുകൂടെ തീർന്നു. കുത്തിക്കൊന്നു കഴിഞ്ഞിട്ട് അയാൾ തന്നെ വിളിച്ച് ബന്ധുക്കളിൽ പറയുകയും ചെയ്തു. അയാളുടെ ആ ഒരു ദേഷ്യം അങ്ങ് തീർന്നു. ആ ദേഷ്യം തീർന്നതുകൊണ്ട് അയാൾക്ക് എന്ത് കിട്ടി? സമാധാനം കിട്ടിയോ? അല്ലേ? അങ്ങനെ ഒരു ഭാര്യയാണ് തനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ചേര്. വേണ്ട, എനിക്ക് നിന്നെ സംശയമാണ്, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചേക്കണം. അല്ലാതെ ഒരു ജീവനും എടുക്കാനായിട്ട് നമുക്ക് ആർക്കും അവകാശമില്ല, അല്ലേ? ജന്മം നൽകിയ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ഒരമ്മയ്ക്ക് അവകാശമില്ല. അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. അതും ഒരു കൊലക്കുറ്റം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ സംശയവും മറ്റു കാര്യങ്ങളുമുള്ളവർ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. താൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്താൽ അത് ഏതൊക്കെ രീതിയിൽ മോശമായി മാറും എന്നൊക്കെ ചിന്തിക്കുക. എന്തായാലും ആ കുട്ടികളുടെ ഭാവി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ബന്ധുക്കൾ തന്നെയാണ്. ഇപ്പം ആ സ്ത്രീക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അച്ഛനും അമ്മയും കുട്ടികളെ നോക്കുമായിരിക്കും. ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നോട്ടം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ചിലപ്പം അവരും നോക്കുന്നവരായിരിക്കാം. അപ്പോൾ അവരൊക്കെ പ്രായമുള്ള ആളുകളായിരിക്കും. അവരുടെ ഒരു കാലശേഷം അല്ലെങ്കിൽ അവർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത ഒരു സമയമാണെങ്കിൽ ഈ കുട്ടികളുടെ കാര്യമൊക്കെ വലിയ പ്രശ്നത്തിലാവും. പിന്നെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര നാളാണ് എല്ലാവരും എല്ലാം ചെയ്തു കൊടുക്കുന്നത്? ആദ്യമൊക്കെ എല്ലാവരും കാണും, പിന്നീട് എല്ലാവരും പുറകോട്ട് പോകും, അല്ലേ? ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളും വിവാഹ കാര്യങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് പോകും. കാരണം പണച്ചിലവുള്ള കാര്യമാണല്ലോ. എല്ലാം ഓരോ മനസ്സുകളുടെയും അപ്പോഴപ്പോൾ തോന്നുന്ന ഓരോ വിചാരങ്ങൾ ഇതെല്ലാം എന്ത് വേണേലും ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകാം. അത്തരത്തിലുള്ള
നിരവധി പ്രശ്നങ്ങൾ, ഈ മനസ്സ് ഉണ്ടാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ മോശമായ ചിന്തകൾ, ഇതെല്ലാം തന്നെ ഭയങ്കരമായിട്ടും മനുഷ്യരുടെ ജീവിതത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വഴിതെളിക്കുകയാണ്. അപ്പം മനുഷ്യരുടെ മനസ്സുകളെ അടക്കി നിർത്താനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം ഈശ്വരനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. ഈശ്വരനെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസമില്ലാത്തവർക്ക് അത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യോഗ എന്ന ഒരു വലിയ കാര്യമുണ്ട്. അതിലൂടെ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാനും മനസ്സിനെ പിടിച്ചു നിർത്താനും ഒക്കെ, നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിട്ട് നിർത്താനും ഒക്കെ നമുക്ക് ഈ യോഗ വഴിയൊക്കെ നമുക്ക് ഒരുപാട് സഹായമാകും. അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ മനസ്സ് കൈവിട്ടു പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ കുറേയധികം സ്വയം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. അതിനൊപ്പം യോഗയോ മറ്റോ ശീലമാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ പതുക്കെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ലഭിക്കും. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പലവട്ടം ആലോചിക്കുക. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എന്താണെന്ന് വ്യക്തമായിട്ട് ആലോചിക്കുക. ദേഷ്യം വരുമ്പോൾ ആ ഒരു സന്ദർഭം, എന്ത് ദേഷ്യം, ഏത് തരത്തിലുള്ള ദേഷ്യമാണെങ്കിലും ആ ഒരു സന്ദർഭം നമുക്കുണ്ടാകും. ആ സന്ദർഭം, ആ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്നും നമ്മൾ അല്പനേരം മാറി നിൽക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഒരു വഴക്കുണ്ടായാൽ പലരും കണ്ടില്ല, പിടിച്ചു മാറ്റി ദൂരേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ പ്രശ്നം ഉണ്ടാക്കി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളിനെ മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ മനസ്സ് പതുക്കെ ശാന്തമായി വരുള്ളൂ. പ്രശ്നം ഉണ്ടാകുമ്പോൾ, വഴക്കിടുമ്പോൾ, ഈ വഴക്കിടുന്ന രണ്ട് വ്യക്തികൾ അടുത്ത് തന്നെ നിന്നാൽ അത് ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് ചെന്നെത്തും. ദേഷ്യം കൂടിക്കൂടി വരും. ജയിക്കാൻ വേണ്ടിയിട്ട് വാശി കൂടിക്കൂടി വരും. അപ്പോഴെന്താണ് ഒരാൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിനാണ് ഈ പിടിച്ചു മാറ്റി ദൂരേക്ക് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ പിടിച്ചു മാറ്റുന്നവർക്കും അപകടം സംഭവിക്കും, അല്ലേ? എന്തായാലും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്കാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തികൾ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.